നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വിശുദ്ധരുടെ അത്ഭുത സിദ്ധികൾ. അതെ, കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്ന വിഷയം. പ്രത്യേകിച്ച് ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ്, ബൈ ലൊക്കേഷൻ എന്ന് പറയും. പിന്നെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക, അത്ഭുതകരമായി രോഗങ്ങൾ മാറ്റുക, അങ്ങനെ പലതും. നമ്മുടെ മുന്നിലുള്ളത് പ്രധാനമായും 2 പുസ്തകങ്ങളാണ്. സൂപ്പർനാച്ചുറൽ ഗിഫ്റ്റ്സ് ഓഫ് ദ സെയിൻറ്റ്സ്, ബൈ ലൊക്കേഷൻ ആൻഡ് ബിയോണ്ട്, പിന്നെ പാദ്രെ പിയോ ദ സ്റ്റിഗ്മാറ്റിസ്റ്റ്. ഇതിൽ പാദ്രെ പിയോ എന്ന വിശുദ്ധന്റെ ജീവിതത്തിലെ അസാധാരണ സംഭവങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ശരിക്കും അവിശ്വസനീയമെന്ന് തോന്നും. അപ്പോ നമ്മളിന്ന് ഈ വിവരങ്ങളിലൂടെയൊന്ന് ആഴത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ അത്ഭുത സിദ്ധികൾ? ഇതിന്റെ പിന്നിലുള്ള കഥകൾ എന്താണ്? ശരി, ഇതിലെ കൗതുകകരമായ കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് ഈ വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയുടെ കാര്യം. അദ്ദേഹം തന്റെ ആശ്രമത്തിലെ കസേരയിൽ ഏതാണ്ട് അബോധാവസ്ഥയിൽ ഇരിക്കുകയാണ്. അതേസമയം തന്നെ അദ്ദേഹം റോമിൽ മരണശയ്യയിലായിരുന്ന പോപ്പ് ക്ലെമന്റ് 14 അടുത്ത് ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അത് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ്. ശരി, അപ്പം നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഈ ബൈലൊക്കേഷൻ എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരേ സമയം 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരു വ്യക്തി ശാരീരികമായി സന്നിഹിതനാവുക. അതെ, ഉദാഹരണങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. പാതുവായിലെ വിശുദ്ധ അന്തോണി, അദ്ദേഹത്തെ ഒരേ സമയം പാതുവായിലും പിന്നെ ലിസ്ബണിലും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ വിശുദ്ധ അൽഫോൺസസ് ലിഗോരി, സെന്റ് എഗദ ഓഫ് ദി ഗോഡ്സ് എന്ന സ്ഥലത്തും റോമിലും. ഈ പുസ്തകങ്ങൾ പറയുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിന് ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകാൻ കഴിയില്ല എന്നാണ്. ഓഹോ. മറിച്ച് സഭയുടെ ചരിത്രത്തിലും പാരമ്പര്യത്തിലുമൊക്കെ ഇത് വിശുദ്ധന്മാരിൽ മാത്രം കാണുന്ന ഒരു അമാനുഷിക സിദ്ധിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനൊരു ദൈവശാസ്ത്രപരമായ വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഒരു വിശദീകരണം ഇങ്ങനെയാണ്: തീവ്രമായ ഭക്തിയും ദൈവിക പ്രചോദനവും ഉണ്ടാകുമ്പോൾ ആത്മാവ് സാധാരണ ഭൗതികമായ അതിർവരമ്പുകളെ ഒക്കെ മറികടക്കും. ശരി. അങ്ങനെ ആത്മാവ് ദൈവത്തിലേക്ക് ഉയരുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീരം ആ ആത്മാവിനെ അനുഗമിക്കുന്നു. അതാണ് ഈ ബൈലൊക്കേഷൻ ഒരു കാരണമായിട്ട് പറയുന്നത്, ഒരു പ്രത്യേക വരദാനം പോലെ. വിശുദ്ധ അൽഫോൺസസിന്റെ സംഭവം ഒന്നുകൂടി വ്യക്തമാക്കാമോ? അത് 1774 നടക്കുന്നത്? അതെ, 1774 സെപ്റ്റംബറിൽ. അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ രൂപതയായ സെന്റ് ആഗദ ഓഫ് ദി ഗോഡ്സിലായിരുന്നു. സെപ്റ്റംബർ 21 കുർബാനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മുറിയിലെ കസേരയിലിരുന്നു. പിന്നെ ഒരു തരം മയക്കത്തിലേക്ക് പോയി. അതെ, ദിവസങ്ങളോളം ആ ഇരിപ്പായിരുന്നു. ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, അനക്കമില്ല. കൂടെയുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു. എന്നിട്ട് ഒടുവിൽ സെപ്റ്റംബർ 24 രാവിലെ അദ്ദേഹം ഉണർന്നു. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ റോമിലായിരുന്നു. മരണാസന്നനായി കിടന്ന പോപ്പ് ക്ലെമന്റ് 14 ശുശ്രൂഷിക്കുകയായിരുന്നുവെന്ന്. അതേസമയം തന്നെയാണോ പോപ്പ് മരിച്ചത്? അതെ, അധികം വൈകാതെ റോമിൽ നിന്ന് വാർത്തയെത്തി. അദ്ദേഹം പറഞ്ഞ അതേ സമയത്താണ് പോപ്പ് മരിച്ചത്. പോപ്പിനെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം അവിടെയുണ്ടായിരുന്നുവെന്ന് റോമിലും സാക്ഷികളുണ്ടായിരുന്നു. അപ്പോ അതാണ് ബൈലൊക്കേഷന്റെ ഒരു പ്രധാന ഉദാഹരണം. അതെ, ഈ പുസ്തകങ്ങൾ എടുത്തു പറയുന്നൊരു പ്രധാന സംഭവം അതാണ്. ഈ ഒരേ സമയം 2 എത്തുന്നത് പോലെ തന്നെ അത്ഭുതകരമായ വേറെയും സിദ്ധികളുണ്ടല്ലേ, ഈ ചലനവുമായി ബന്ധപ്പെട്ടത്? വെള്ളത്തിന് മുകളിലൂടെ നടക്കുക, അല്ലെങ്കിൽ വലിയ മഴയത്തും കാറ്റത്തും നനയാതെ നദി കടക്കുക, അങ്ങനെയൊക്കെ. ശരിയാണ്. വിശുദ്ധ പീറ്റർ ഓഫ് അൽക്കാന്തറ, അദ്ദേഹം നല്ല ഒഴുക്കുണ്ടായിരുന്ന ഗ്വാഡാന നദി അങ്ങനെ കടന്നുപോയി എന്ന് പറയുന്നു. ആവുന്നത് വെറും സ്ഥാനചലനം മാത്രമല്ല. ഓഹോ. ചില വിശുദ്ധർക്ക് പ്രകൃതിയുടെ ശക്തികളെപ്പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നുവെന്ന് ഈ വിവരണങ്ങൾ പറയുന്നുണ്ട്. പാദ്രെ പിയോയുടെ ജീവിതത്തിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു സംഭവം. അതെ, പാദ്രെ പിയോ, അദ്ദേഹമാണല്ലോ നമ്മുടെ ഇന്നത്തെ പ്രധാന താരം. ആ റോമിലെ എഞ്ചിനീയറുടെ കഥ അല്ലേ, ടൊഡീനി? അതെ, ടോഡീനി സാൻ ജിയോവാനി റോട്ടോണ്ടോയിൽ നിന്ന് മടങ്ങാൻ നേരം. അപ്പോ ഭയങ്കര മഴയും കാറ്റും. പാദ്രെ പിയോ ആശ്രമത്തിൽ തങ്ങാൻ സമ്മതിച്ചില്ല. പകരം പറഞ്ഞു, ഞാൻ കൂടെ വരാം എന്ന്. ആത്മീയമായിട്ടാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. അതെ, ടോഡീനെ പുറത്തിറങ്ങിയപ്പോഴോ നല്ല കാറ്റുണ്ട്, പക്ഷെ മഴ വെറും ചാറ്റൽ മാത്രം. അത്ഭുതം തന്നെ. അദ്ദേഹം ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെയുള്ളവര് ചോദിച്ചു, നിങ്ങളെന്താ തീരെ നനയാതിരുന്നത്?
ഇവിടെ ലോകാവസാനം പോലെ മഴയായിരുന്നല്ലോ എന്നും. അദ്ദേഹത്തിന്റെ വസ്ത്രം നനഞ്ഞിട്ടേയില്ലായിരുന്നു. ഇല്ല. അപ്പോ ഈ പുസ്തകങ്ങൾ പറയുന്നത് ഇത് യാദൃച്ഛികമല്ല, പാദ്രെ പിയോയുടെ ഒരു ബോധപൂർവമായ ഇടപെടലായിരുന്നു എന്നാണ്. പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അതെ, അങ്ങനെ ഒരു സൂചനയാണിത് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം നേരിട്ടല്ലാതെയും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അകലെയുള്ള ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വല്ലാതെ പ്രകാശിക്കും. അദ്ദേഹം അവിടെ എത്തി അവരെ സഹായിക്കുന്നത് പോലെ കൂടെയുള്ളവർക്ക് തോന്നും. ചിലപ്പോ സംസാരിക്കുന്ന ആൾക്ക് പാദ്രെ പിയോയുടെ ആ ഒരു പ്രത്യേക ഗന്ധം, വയലറ്റ് പൂക്കളുടെ സുഗന്ധം, അതെ, അതനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു മിന്നായം പോലെ അദ്ദേഹത്തെ കാണും. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ ദീർഘീകരണം എന്ന ആശയവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ വ്യക്തിത്വം അത് ഭൗതിക ശരീരത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നൊരു ചിന്ത. ഇനി മറ്റൊരു പ്രതിഭാസം നോക്കാം, ലെവിറ്റേഷൻ. വായുവിൽ ഉയർന്നു നിൽക്കുക. അതെ, പല വിശുദ്ധർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വെനറബിൾ മേരി ഓഫ് അഗ്രഡ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ തറയിൽ നിന്ന് ഉയരുമായിരുന്നു. ഡൊമിനിക് ഓഫ് ജീസസ് ആൻഡ് മേരി സ്പെയിനിലെ രാജാവിന്റെ മുന്നിൽ വെച്ച് വായുവിൽ ഉയർന്നു നിന്നു എന്ന് പറയുന്നു. വിശുദ്ധ ലൂയിസ് ചിലപ്പോൾ ദിവസങ്ങളോളം ഈ അവസ്ഥയിൽ തുടർന്നിട്ടുണ്ട്. ദിവസങ്ങളോളമോ? അതെ, 3-4 ദിവസം എന്നൊക്കെയാണ് രേഖകളിൽ. വിശുദ്ധ തെരേസയുടെ എഴുത്തുകളിൽ പറയുന്നത് ഈ ലെവിറ്റേഷൻ എന്നത് ബൈലൊക്കേഷന്റെ ഒരു ആദ്യ പടിയാണെന്നാണ്. ഓഹോ. പക്ഷെ പാദ്രെ പിയോയുടെ കാര്യത്തിൽ അത് വെറും വായുവിൽ ഉയർന്നു നിൽക്കലായിരുന്നില്ല. ശരീരം മുഴുവനായിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന ഒരു പൂർണ്ണമായ ബൈലൊക്കേഷൻ ആയിരുന്നു സംഭവിച്ചതെന്നാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത്. പാദ്രെ പിയോയുടെ ബൈലൊക്കേഷന് പല രൂപങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഈ ശബ്ദത്തിലൂടെയുള്ള സാന്നിധ്യം. നേരിട്ട് കാണില്ല, ഇല്ല, സ്വപ്നത്തിലോ അല്ലാതെയോ ആകാം. വ്യക്തമായി അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കും. ഉപദേശം നൽകാനോ ചിലപ്പോൾ ശാസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത അറിയിക്കാനോ ആയിരിക്കും. ആളെ കാണുന്നില്ല, പക്ഷേ ശബ്ദം വ്യക്തം. അതെ. ഇനി ശാരീരികമായ ബൈലൊക്കേഷൻ. അതിനുദാഹരണമായിട്ട് 1926 ഒരു സംഭവം പറയുന്നുണ്ട്. ബൊളോഞ്ഞയിൽ നിന്ന് വന്ന തീർത്ഥാടകർ. അവർ പാദ്രെ പിയോയെ കാണാൻ ആശ്രമത്തിലെ ഒരു ഇടനാഴിയിൽ ഇങ്ങനെ കാത്തുനിൽക്കുകയാണ് മണിക്കൂറുകളോളം. ശരി. അദ്ദേഹത്തിന് കുമ്പസാരിപ്പിക്കണമെങ്കിൽ ആ ഇടനാഴിയിലൂടെ വരണം, വേറെ വഴിയില്ല. ഓക്കെ. കുറെ കഴിഞ്ഞപ്പോ വേറൊരച്ഛൻ വന്നു പറഞ്ഞു, പാദ്രെ പിയോ കുമ്പസാരക്കൂട്ടിലുണ്ട്. അതെങ്ങനെ? അതാണ് അവർക്കും അത്ഭുതമായത്. അവരങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. 3 മണിക്കൂറോളം അവർ കാത്തുനിന്ന ആ വഴിയിലൂടെ പോകാതെ അദ്ദേഹം എങ്ങനെ അവിടെ എത്തി? ശരിയാണ്, അതൊരു ചോദ്യം തന്നെ. അതുപോലെ വേറൊരു കഥയുണ്ട്, ഒരു നടന്റെ കഥ. നടനോ? അതെ. കുറച്ച് പരിഹാസത്തോടെയാണ് അയാൾ പാദ്രെ പിയോയെ കാണാൻ വന്നത്. ഓ. ആശ്രമത്തിലും പള്ളിയിലുമൊക്കെ നോക്കി, അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ഇയാള് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, അദ്ദേഹത്താൽ മാനസാന്തരപ്പെടാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് കളിയാക്കിയിട്ട് കാറിൽ കയറിപ്പോയി. എന്നിട്ട് അയാൾ കുറച്ച് ദൂരം പോയതേ ഉള്ളൂ. അപ്പോഴേക്കും ആശ്രമത്തിൽ നിന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പാദ്രെ പിയോ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നോ? അതെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ മുന്നിലൂടെ 3-4 തവണ കടന്നുപോയി, പക്ഷേ നിങ്ങളോ അയാളോ എന്നെ ശ്രദ്ധിച്ചില്ല. ഇത് രസകരമാണല്ലോ. ഇത് ഒരു പക്ഷേ നമ്മളെ വേറൊരു പ്രതിഭാസത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അദൃശ്യത അഥവാ ഇൻവിസിബിലിറ്റി. ശരിയാണ്. ഈ പുസ്തകങ്ങൾ പറയുന്നതനുസരിച്ച് ചില വിശുദ്ധർക്ക് ആവശ്യമെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞിരുന്നു. ഉദാഹരണങ്ങളുണ്ടോ? ഉണ്ട്. വിശുദ്ധ ലൂസിയാനസ്, വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് പൗള. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്ന 60ഓളം പട്ടാളക്കാരുടെ മുന്നിൽ അദ്ദേഹം അദൃശ്യനായി നിന്നു എന്ന് പറയുന്നു. 60 പേരുടെ മുന്നിലോ? അതെ. പിന്നെ വിശുദ്ധ വിൻസെന്റ് ഫെറർ, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ രാജ്ഞിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലത്രേ. അപ്പോ പാദ്രെ പിയോ പറഞ്ഞത് ഒരുപക്ഷെ ആ നടനും കൂട്ടുകാർക്കും അദ്ദേഹത്തെ കാണാനുള്ള യോഗ്യത ഇല്ലായിരുന്നു എന്നർത്ഥത്തിലായിരിക്കുമോ? അങ്ങനെയും വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാവാം. ചിലപ്പോൾ ഈ കൂട്ടായ്മകളിലൊക്കെ പാദ്രെ പിയോയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. സാൻ മാർട്ടിനോയിലെ ഫ്രാൻസിസ്കൻ 3ാം സഭാംഗങ്ങൾ അവര് യോഗം ചേരുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? അതെ, കാവൽ മാലാഖമാരോട് പ്രാർത്ഥിക്കും. പലപ്പോഴും പ്രാർത്ഥന കഴിയുമ്പോൾ ആ മുറിയിൽ അദ്ദേഹത്തിന്റെ സുഗന്ധം നിറയും. ഒരു ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ യോഗം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 5 വയസ്സുള്ള മോൻ ജിയോവാനിനോ, ആ കുട്ടി പാദ്രെ പിയോയെ മുറിയുടെ പല ഭാഗങ്ങളിലായിട്ടിങ്ങനെ കാണാൻ തുടങ്ങി. കണ്ടിട്ട് പേടിച്ചു നിലവിളിച്ചു. ഓഹോ.
കുട്ടിക്ക് കാണാൻ പറ്റി. അതെ, പിന്നീട് സാൻ ജിയോവാനിയിൽ ചെന്ന് പാദ്രെ പിയോയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. പിന്നെ ആരായിരുന്നു അത്? നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടോ എന്നാണത്രേ ചോദിച്ചത്. സ്ഥിരീകരിച്ചു എന്ന് സാരം. അതെ. ഇനി ഈ ബൈലൊക്കേഷനിലൂടെ രോഗശാന്തി നൽകിയ സംഭവങ്ങൾ അതും ധാരാളമുണ്ട്. ജനോവയിലെ മിസ്സിസ് ഡെവോച്ചോ, അവരുടെ കാല് മുറിച്ചു മാറ്റാൻ ഡോക്ടർമാര് തീരുമാനിച്ച സംഭവമല്ലേ? അതെ, അവരുടെ മകൾ മുറിയിലിരുന്ന് പാദ്രെ പിയോയോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വാതിൽക്കൽ പാദ്രെ പിയോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് 9 ദിവസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. 9 ദിവസം? 10ാമത്തെ ദിവസം അവരുടെ കാല് അത്ഭുതകരമായി സുഖപ്പെട്ടു. ഇതൊറ്റപ്പെട്ട സംഭവമല്ലെന്ന് തോന്നുന്നു. അല്ല, അതുപോലെ അൻകോണയിലെ ആർത്രോ ബുഗാരിനിയുടെ മകന്റെ കാര്യം ഗുരുതരാവസ്ഥയിലായിരുന്നു. അതെ, അച്ഛൻ മകന്റെ അരികിലിരിക്കുമ്പോൾ തോളിൽ ആരോ തട്ടുന്നത് പോലെ തോന്നി. 3 തവണ ഞാൻ പാദ്രെ പിയോയാണ് എന്ന് 3 തവണ കേൾക്കുകയും ചെയ്തു. ശരീരത്തിലൊരു ചൂടനുഭവപ്പെട്ടു. എന്നിട്ട് മകൻ സുഖം പ്രാപിച്ചു. അതെ. പിന്നെ ഫ്ലോറൻസിലെ മോൺസിഞ്ഞോർ ഡി ഇൻഡിക്കോ, അദ്ദേഹത്തിന്റെ പഠനമുറിയിൽ പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സന്യാസി അപ്രത്യക്ഷനാവുന്നത് കണ്ടു. അതേസമയം അദ്ദേഹത്തിന്റെ സഹോദരിക്ക്, അതെ, രോഗിയായിരുന്ന സഹോദരി പറഞ്ഞു, ഒരു സന്യാസി മുറിയിൽ വന്നിട്ട് രോഗം മാറുമെന്ന് പറഞ്ഞു, എന്നിട്ട് മുറിവേറ്റ കൈകൾ കാണിച്ചു തന്നു എന്ന്. ആ സഹോദരിയും സുഖപ്പെട്ടു. അതെ. അപ്പോ ഈ വിവരണങ്ങളിലെല്ലാം ഒരു പൊതുവായ രീതി കാണുന്നുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടം, പാദ്രെ പിയോയുടെ അപ്രതീക്ഷിത സാന്നിധ്യം, ആശ്വാസം നൽകുന്ന വാക്കുകൾ, തുടർന്ന് അത്ഭുതകരമായ രോഗശാന്തി. ഒരു ലക്ഷ്യബോധത്തോടുള്ള ഇടപെടൽ പോലെ. അതെ, ഈ പുസ്തകങ്ങൾ അങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ അത്ഭുതങ്ങളൊന്നും ഇറ്റലിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നും പറയുന്നുണ്ടല്ലോ. ശരിയാണ്. പാദ്രെ പിയോയെ ഓസ്ട്രിയ, ഉറുഗ്വേ, പിന്നെ അമേരിക്കയിലെ വിസ്കോൺസിനുള്ള മിൽവോക്കി, അവിടെയെല്ലാം കണ്ടതായിട്ട് സാക്ഷ്യങ്ങളുണ്ട്. മിൽവോക്കിയിലെ കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലേ? അതെ. 1950-ൽ അവിടെ ഒരു കപ്പുച്ചിൻ സന്യാസിയുടെ പിതാവ് മരിച്ചപ്പോൾ താൻ അവിടെ സന്നിഹിതനായിരുന്നു എന്ന് പാദ്രെ പിയോ സമ്മതിച്ചിട്ടുണ്ട്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലോ? അവിടെയും. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ കല്ലറയുടെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടവരുണ്ട്. അപ്പോ ഈ സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് സ്ഥിരീകരിക്കപ്പെട്ടവ, ഈ പ്രതിഭാസത്തിന് കൂടുതൽ ബലം നൽകുന്നുവെന്ന് പറയാം. തീർച്ചയായും. ഈ പുസ്തകങ്ങളുടെ ആഖ്യാനത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്നതും പലരാൽ സാക്ഷ്യപ്പെടുത്തുന്നതുമായ ഒന്നായി മാറുകയാണ്. അപ്പോ എങ്ങനെയാണ് ഈ ബൈലൊക്കേഷൻ അനുഭവപ്പെടുന്നത്? ഇത് ചെയ്യുന്നയാൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകുമോ? നല്ല ചോദ്യമാണ്. പാദ്രെ പിയോ ഒരിക്കൽ വളരെ നിസ്സാരമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിലെ തിരക്ക് കാരണം ശ്വാസം മുട്ടിയപ്പോൾ താൻ ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ നടന്ന് പുറത്തുപോയി ശുദ്ധവായു ശ്വസിച്ചു, ആരും ശ്രദ്ധിച്ചില്ല എന്ന്. തലയ്ക്ക് മുകളിലൂടെയോ? വളരെ ലളിതമായിട്ടാണല്ലോ പറഞ്ഞത്. അതെ. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ ഡോക്ടർ സാങ് വെനറ്റി കുറച്ചുകൂടി വ്യക്തമായ ഉത്തരം തേടി. ആ സംഭാഷണം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ചോദിച്ചു, ദൈവം ഒരാളെ ബൈലൊക്കേഷനിലൂടെ അയക്കുമ്പോൾ അയാൾക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുമോ? പാദ്രെ പിയോയുടെ മറുപടി, ഉവ്വ്. ശരിക്കും ഒരേ സമയം രണ്ടിടത്തും ഉണ്ടാകുമോ? അതെ. ഇതെങ്ങനെ സാധ്യമാകും? അപ്പോഴാണ് പാദ്രെ പിയോ ആ നിർണായകമായ വാചകം പറയുന്നത്, വ്യക്തിത്വത്തിന്റെ ദീർഘീകരണം വഴി. അതെ, വ്യക്തിത്വത്തിന്റെ ദീർഘീകരണം. അതൊരു താക്കോൽ വാചകമാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നിന്നില്ല. ഓഹോ. അതൊരു പക്ഷേ തത്വചിന്തകർക്കും ദൈവശാസ്ത്രജ്ഞർക്കുമൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്ത ഒരു സമസ്യയാകാം. അതിന്റെ പിന്നിലെ ആ ഒരു മെക്കാനിസം അത് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. പാദ്രെ പിയോ ചില സമയത്ത് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഉന്മാദാവസ്ഥ അഥവാ എക്സ്റ്റാസിസ്. അതെ. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഉറങ്ങുന്നത് പോലെ തോന്നും. ചുറ്റും നടക്കുന്നതൊന്നും അറിയില്ല. എത്ര ഉച്ചത്തിലുള്ള ശബ്ദമോ ശക്തമായ വെളിച്ചമോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചാൽ കൂടെയുള്ള വൈദികൻ മണി മുഴക്കിയാണ് അദ്ദേഹത്തെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നത്. മരണസമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ പാദ്രെ പിയോ ബൈലൊക്കേഷനിലൂടെ എത്തിയതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണം ഏതാണ്? അത് ഉറുഗ്വേയിലെ മോൺസിഞ്ഞോർ ഡാമിയാനിയുടെ കഥയാണ്. അദ്ദേഹം പാദ്രെ പിയോയോട് ഒരു വാക്ക് വാങ്ങിയിരുന്നുല്ലേ, തന്റെ മരണസമയത്ത് കൂടെയുണ്ടാകണമെന്ന്. അതെ, താങ്കൾ ഉറുഗ്വേയിലായിരിക്കും മരിക്കുക, ഞാൻ അപ്പോൾ സഹായിക്കാൻ വരാം എന്ന് പാദ്രെ പിയോ വാക്കു നൽകി. വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. ഡാമിയാനി ഉറുഗ്വേയിൽ മരിക്കുന്ന രാത്രി. അന്ന് മോണ്ടെവിഡിയോയിലെ ആർച്ച് ബിഷപ്പ് ബാർബിയേരി
ഒരു കപ്പൂച്ചിൻ സന്യാസി ആശ്രമത്തിലൂടെ കടന്നുപോകുന്നത് കണ്ടു. എന്നിട്ട് ആ സന്യാസി എന്തെങ്കിലും പറഞ്ഞോ? ആ സന്യാസി പറഞ്ഞു, മോൺസിഞ്ഞോർ ഡാമിയാനിയുടെ മുറിയിലേക്ക് പോകൂ, അദ്ദേഹം മരിക്കുകയാണെന്ന്. ആർച്ച് ബിഷപ്പ് ചെന്നപ്പോൾ ഡാമിയാനി മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഒരു കടലാസ്. അതിൽ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു, പാദ്രെ പിയോ വന്നു. വിശ്വസിക്കാൻ പ്രയാസം. പിന്നീട് പാദ്രെ പിയോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് സമ്മതിച്ചു. താൻ അവിടെ പോയിരുന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അതുപോലെ ഈ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനും അദ്ദേഹം ബൈലൊക്കേഷനിലൂടെ എത്തിയിട്ടുണ്ട്. അതെ, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജനറൽ കഡോർണയുടെ അനുഭവം. യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് വിഷാദിച്ചിരിക്കുമ്പോൾ മുറിയിലൊരു റോസാപ്പൂവിന്റെ ഗന്ധം. എന്നിട്ട് മുറിവേറ്റ കൈകളുള്ളൊരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. ശാന്തനായിരിക്കൂ, അവർ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് സാൻജിയോവാനിയിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം പാദ്രെ പിയോയെ തിരിച്ചറിഞ്ഞത്. അതെ, പിന്നെ ആ അപസ്മാരമുണ്ടായിരുന്ന എമ്മ മെനഗെല്ലോയുടെ കാര്യം. പാദ്രെ പിയോ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കിടക്കവിരിയിൽ കൈവച്ചു. അവിടെ രക്തം കൊണ്ടുള്ളൊരു കുരിശിന്റെ അടയാളം അവശേഷിച്ചു എന്ന് പറയുന്നു. അവർ സുഖപ്പെടുകയും ചെയ്തു. പിന്നെ എർസീലിയ മെഗൂർണോയുടെ ഭർത്താവ് ഗുരുതരാവസ്ഥയിലായിരുന്നു. ഭാര്യ പ്രാർത്ഥിച്ചു. മുറിയിൽ സുഗന്ധം വന്നു. രാവിലെ ഭർത്താവ് പറഞ്ഞു, പാദ്രെ പിയോയും വേറൊരു സന്യാസിയും കൂടി രാത്രി മുഴുവൻ തന്നെ പരിശോധിക്കുകയായിരുന്നു, രോഗം മാറുമെന്ന് പറഞ്ഞുവെന്ന്. അദ്ദേഹവും സുഖപ്പെട്ടു. പിന്നീട് പാദ്രെ പിയോയെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. ഏറ്റവും നാടകീയമായ സംഭവം ആ ടീച്ചറുടേതാണ്. തെറ്റായി ആരോപിക്കപ്പെട്ട് വെടിവെച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്നു. അവർ പാദ്രെ പിയോയോട് പ്രാർത്ഥിച്ചു. അതേസമയം അവരുടെ വീട്ടിൽ മോഷണം നടത്തുകയായിരുന്ന പട്ടാളക്കാർ മതി എന്ന് പാദ്രെ പിയോയുടെ ഒരു ഗർജനം കേട്ട് പേടിച്ചോടിപ്പോയി. ടീച്ചറുടെ വധശിക്ഷ അപ്രതീക്ഷിതമായി തടസ്സപ്പെട്ടു. ഒരപരിചിതൻ വന്ന് അവളെ രക്ഷിച്ചു, വീട്ടിലെത്തിച്ചു. പിന്നീട് പാദ്രെ പിയോ അവരോട് പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ വിശ്വാസം എന്നെ എത്രമാത്രം ഓടിച്ചു. അപ്പോ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ അത്ഭുതസിദ്ധികളൊന്നും വെറുതെയുള്ള പ്രകടനങ്ങളായിരുന്നില്ല. അല്ല, മറിച്ച് ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റാൻ, അല്ലെങ്കിൽ സഹായം എത്തിക്കാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിശ്വാസത്തെ ബലപ്പെടുത്താനൊക്കെ വേണ്ടിയായിരുന്നു അത് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് ഈ സ്രോതസ്സുകൾ പറയുന്നത്. പാദ്രെ പിയോയുടെ കഴിവുകൾ ബൈലൊക്കേഷനിൽ മാത്രം ഒതുങ്ങിയില്ല എന്നും പറയുന്നുണ്ടല്ലോ. ഭാവി പ്രവചിക്കാനുള്ള കഴിവ്. കുട്ടികളില്ലാത്ത ദമ്പതികളോട് ആൺകുഞ്ഞുണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞത്. അതെ, ഹൃദയരഹസ്യങ്ങൾ അറിയാനുള്ള കഴിവ്. പിന്നെ ഹവായിലെ ജയിലിൽ കിടക്കുന്ന ഭർത്താവിനെ സന്ദർശിച്ചതിന് നന്ദി പറഞ്ഞ് ഒരു സ്ത്രീ കത്തെഴുതിയ സംഭവം. അത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് കാണിക്കുന്നു. പാദ്രെ ഒണറാറ്റോ ജനലിലൂടെ പാദ്രെ പിയോ പാപമോചനം നൽകുന്നത് കണ്ടു. അതേസമയം വേറൊരിടത്ത് മരിക്കുന്ന ഒരാളെ സഹായിച്ചതിന് ആളുകൾ പാദ്രെ പിയോയ്ക്ക് നന്ദി പറയാൻ വന്നു. അതും ബൈലൊക്കേഷൻ. ശരിയാണ്. കുട്ടിയുണ്ടായിട്ട് മാമോദിസയ്ക്ക് കൊണ്ടുവന്ന ദമ്പതികളുടെ കഥയുണ്ട്. പാദ്രെ പിയോ തിരക്കിലായിരുന്നെങ്കിലും ഭാര്യ പറഞ്ഞു അദ്ദേഹം വേറൊരിടത്ത് വന്ന് കുഞ്ഞിനെ മാമോദിസ മുക്കിയെന്ന്. ഒരേ സമയം പല കാര്യങ്ങൾ. രോഗം മാറിയിട്ട് വീണ്ടും പരീക്ഷിക്കാൻ വന്ന പെൺകുട്ടിയോട് അദ്ദേഹം തമാശയായി പറഞ്ഞു, പോകൂ കുട്ടി, നിനക്ക് സുഖമായി, ഇനി കർത്താവിന്റെ കരുണയെ പരീക്ഷിക്കരുതെന്ന്. പിന്നെ ആ ക്യാൻസർ രോഗിയുടെ കാര്യം, വിശ്വാസമുണ്ടെങ്കിൽ സുഖപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്തു. സുഖപ്പെട്ടു. വീട്ടിൽ വയലറ്റ് പൂക്കളുടെ ഗന്ധം വന്നു. പക്ഷേ അയാൾ വീണ്ടും റേഡിയം ചികിത്സ കൂടി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ രോഗം മൂർച്ഛിച്ചു, മരിച്ചു. അതെ. അപ്പോ പാദ്രെ പിയോയുടെ പ്രതികരണം എന്തായിരുന്നു? ഈ മനുഷ്യവർഗത്തിന് കണ്ണുകളുണ്ട്, പക്ഷേ കാണാനറിയില്ല. വളരെ അർത്ഥവത്തായ വാചകം. ഇനി പാദ്രെ പിയോയും കന്യാമറിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. റൊസേറ്റോ പോളോ റിവ എന്ന കുട്ടിയുടെ കഥ. 12 വയസ്സുകാരി ഗുരുതരാവസ്ഥയിലായിരുന്നു. കുടുംബം പാദ്രെ പിയോയ്ക്ക് കത്തെഴുതി. അപ്പൊ പാദ്രെ പിയോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മഡോണ ഡെല്ലാ ഗാർഡിയ, അതായത് കന്യാമറിയം വഴി രോഗശാന്തി കിട്ടുമെന്ന്. അതെ. പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തന്റെ മുറിവേറ്റ കൈകൾ കാണിച്ചു. താൻ സുഖപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ ചിത്രം കാണിച്ചു കൊടുത്തു. മഡോണ വരുന്ന തീയതിയും സമയവും കൃത്യമായി പറഞ്ഞു, അല്ലേ? ഉണ്ടായിരുന്നു എന്ന്. കുട്ടി പൂർണ്ണമായും സുഖപ്പെട്ടു. അതെ. ഈ റൊസറ്റയുടെ അനുഭവത്തിൽ പല കാര്യങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട്. ബൈലൊക്കേഷൻ, രോഗശാന്തി, പ്രവചനം, പിന്നെ മരിയൻ ദർശനം. ശരിയാണ്. ഇത് ഈ വിവരണങ്ങളെ കൂടുതൽ സങ്കീർണവും അസാധാരണവുമാക്കുന്നു. ഈ പുസ്തകങ്ങൾ പറയുന്നത് ഇതെല്ലാം പാദ്രെ പിയോയുടെ ആത്മീയ ഔന്നത്യത്തിന്റെയും ദൈവവുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധത്തിന്റെയും തെളിവാണ് എന്നാണ്. നമ്മൾ പാദ്രെ പിയോയിൽ കേന്ദ്രീകരിച്ചാണ് സംസാരിച്ചതെങ്കിലും മറ്റ് വിശുദ്ധരിലും സമാനമായ കഴിവുകൾ ഉണ്ടായിരുന്നതായി ഈ പുസ്തകങ്ങൾ പറയുന്നുണ്ട്. ഉണ്ട്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്,
അദ്ദേഹത്തെ ഒരേ സമയം ഫിലിപ്പീൻസിലും ആഫ്രിക്കയിലും ഫ്രാൻസിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി രസകരമായിരുന്നു. എന്തായിരുന്നു അത്? ക്രിസ്തുവിന് അപ്പവും മീനും വർദ്ധിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് എന്നെയും വർദ്ധിപ്പിച്ചുകൂടാ എന്ന്. നല്ല ചോദ്യം. ലെവിറ്റേഷൻ നടത്തിയ മറ്റു വിശുദ്ധരെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ. അപ്പോ നമ്മളിന്ന് വിശുദ്ധരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അമാനുഷികമെന്ന് തോന്നുന്ന കഴിവുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. പാദ്രെ പിയോയുടെ ജീവിതത്തിലെ അമ്പരപ്പിക്കുന്ന ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ പ്രധാനമായും കടന്നുപോയത്. ബൈലൊക്കേഷൻ, രോഗശാന്തി നൽകൽ, അദൃശ്യനാകൽ, പ്രകൃതിയെ സ്വാധീനിക്കാനുള്ള കഴിവ്, ഭാവി അറിയാനുള്ള കഴിവ്, അങ്ങനെ പലതും. അതെ, തീർച്ചയായും നമ്മൾ പരിശോധിച്ച ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നത് വിശ്വാസത്തിന്റെയും അത്ഭുതങ്ങളുടെയും ഒരു ലോകം തന്നെയാണ്. ഇവയെല്ലാം ദൈവികമായ ഇടപെടലുകളോ അല്ലെങ്കിൽ വിശുദ്ധർക്ക് ലഭിച്ച പ്രത്യേക സിദ്ധികളോ ആണെന്നാണ് ഈ പുസ്തകങ്ങൾ വാദിക്കുന്നത്. ഇതിനൊരു ശാസ്ത്രീയ വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നില്ല. ഇല്ല, മറിച്ച് സാക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരാം. ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനുള്ള ഉത്തരം ഒരുപക്ഷേ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആശ്രയിച്ചിരിക്കും. അതെ. ഈ അസാധാരണമായ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിൽ എന്ത് ചിന്തകളാണ് ഉണ്ടാകുന്നത്? വിശ്വാസത്തിന്റെ ലോകം, ചിലപ്പോൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണകളെയൊക്കെ ചോദ്യം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ലോകം. എത്ര വിചിത്രവും കൗതുകകരവുമാണല്ലേ? ശരിയാണ്. ഒരു അവസാന ചിന്തയായിട്ട് പാദ്രെ പിയോ ഉപയോഗിച്ച ആ വാചകം, വ്യക്തിത്വത്തിന്റെ ദീർഘീകരണം, പ്രൊലോങ്കേഷൻ ഓഫ് പേഴ്സണാലിറ്റി, അത് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നില്ലേ? ഈ അത്ഭുത സിദ്ധികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇവയെല്ലാം കേവലം ഭാവനയോ കെട്ടുകഥകളോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ മാത്രമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? അതോ മനുഷ്യന്റെ ആന്തരികമോ ആത്മീയമോ ആയ ശക്തിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഭൗതിക നിയമങ്ങളെപ്പോലും മറികടക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരുപക്ഷെ നമുക്കിനിയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ചില സാധ്യതകളുടെ സൂചനകളാണോ ഇവ നൽകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഇത് നിങ്ങൾക്കും ആലോചിക്കാനായി വീഴുന്നു. അടുത്ത തവണ കാണാം.